Hello, I am Anu V from St. Peter's College, Kolancheri. ഈ വീഡിയോയിൽ UG അബ്സ്ട്രാക്ട് ആൾജിബ്രയിലെ കോസെറ്റ്സ് ആൻഡ് ദ തിയറം ഓഫ് ലഗ്രാഞ്ച് ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഗ്രൂപ്പ് ആയിരുന്നു D4, ഗ്രൂപ്പ് ഓഫ് സിമെട്രീസ് ഓഫ് എ സ്ക്വയർ. അതിലെ എലമെന്റ്സ് നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് റോ 0, റോ 1, റോ 2, റോ 3, then mu1, mu2, delta 1, delta 2 ഇങ്ങനെയായിരുന്നു. ഈ ഒരു ഗ്രൂപ്പും അതിന്റെ സബ് ഗ്രൂപ്പ് ഡയഗ്രവും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ സബ് ഗ്രൂപ്പ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ട്രിവിയൽ ഗ്രൂപ്പ്, അതായത് ഐഡന്റിറ്റി മാത്രമുള്ള ഗ്രൂപ്പ്, പിന്നെ 2 എലമെന്റ് സബ് ഗ്രൂപ്പുകൾ, 2 എലമെന്റ്സ് ഉള്ളത്, അതുപോലെ 4 എലമെന്റ് സബ് ഗ്രൂപ്പ്, അതുപോലെ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പായ D4. ഇത്രയും സബ് ഗ്രൂപ്പ്സ് ആണ് ഈ D4 ഉണ്ടായിരുന്നത്. ഈ സബ് ഗ്രൂപ്പുകളുടെ കാർഡിനാലിറ്റി ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 8. ഈ കാർഡിനാലിറ്റിക്ക് D4ന്റെ കാർഡിനാലിറ്റിയുമായി ഒരു റിലേഷൻ ഉണ്ട്. അതായത് കാർഡിനാലിറ്റി ഓഫ് എ സബ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓഫ് എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എ സബ് ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഓർഡർ ഓഫ് എ സബ് ഗ്രൂപ്പ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ്. സബ് ഗ്രൂപ്പിന്റെ ഓർഡർ ഗ്രൂപ്പിന്റെ ഓർഡറിന്റെ ഡിവൈസർ ആയിരിക്കണം. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ലഗ്രാഞ്ചേസ് തിയറം. ഈ തിയറം പ്രൂവ് ചെയ്യാൻ ആവശ്യമായ ഒരു കൺസെപ്റ്റ് ആണ് കോസെറ്റ് എന്ന് പറയുന്നത്. ഈ കോസെറ്റ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഗ്രൂപ്പ് G എടുക്കുന്നു, പിന്നെ നമ്മളൊരു സബ് ഗ്രൂപ്പ് H എടുക്കുന്നു. ഈ Hന്റെ സഹായത്തോടെ Gയിൽ നമ്മളൊരു റിലേഷൻ, അതും ഒരു ഇക്വിവലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. അത് നമ്മൾ കൊടുക്കുന്നത് 2 റിലേഷൻ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ലെഫ്റ്റ് റിലേഷൻ എന്നും രണ്ടാമത്തേത് റൈറ്റ് റിലേഷൻ എന്നുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെ Hന്റെ സഹായത്തോടെ ഇവിടെ ഒരു ഇക്വിവലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഒരു സെറ്റിൽ ഒരു ഇക്വിവലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ ആ റിലേഷൻ ആ സെറ്റിനെ പാർട്ടീഷൻ ചെയ്യും. അതിലെ ഓരോ പാർട്ടീഷനെയും നമ്മൾ പറയുക സെൽ അല്ലെങ്കിൽ ഇക്വിവലൻസ് ക്ലാസ് എന്നാണ്. നമ്മൾ ഇവിടെ ഈ സബ് ഗ്രൂപ്പിന്റെ സഹായത്തോടെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇക്വിവലൻസ് ക്ലാസ്സസ്, അതിനെയാണ് നമ്മൾ കോസെറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഈ കോസെറ്റില് ഉള്ള എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് Hലെ എണ്ണത്തിനോട് അല്ലെങ്കിൽ Hന്റെ കാർഡിനാലിറ്റിയോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് ഇക്വിവലൻസ് ക്ലാസ്സസ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് 6 ഇക്വിവലൻസ് ക്ലാസ്സസ് ഉണ്ട് എങ്കിൽ R into order of H is equal to നമുക്ക് order of G കിട്ടും. അതിന്റെ കാരണം എന്താ? ഈ ഇക്വിവലൻസ് ക്ലാസ്സസ് Gനെ പാർട്ടീഷൻ ചെയ്യുവാണ്. അതായത് ഈ ഓരോ ഇക്വിവലൻസ് ക്ലാസ്സസിലുള്ള എലമെന്റ്സിനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ദ ഹോൾ സെറ്റ് Gയിലെ എലമെന്റ്സ് നമുക്ക് കിട്ടും. ഓരോ ഇക്വിവലൻസ് ക്ലാസ്സസിലും ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സുമാണ്. അപ്പോ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലഗ്രാഞ്ചേസ് തിയറം പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സബ് ഗ്രൂപ്പിന്റെ സഹായത്തോടെ G എന്ന ഗ്രൂപ്പിൽ ഒരു ഇക്വിവലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്, അങ്ങനെ ഇക്വിവലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഇക്വിവലൻസ് ക്ലാസ് എന്താണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഫോർമൽ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് ഞാൻ പോവുകയാണ്. ലെറ്റ് H be a സബ് ഗ്രൂപ്പ് ഓഫ് G. ഇനി നമ്മൾ Hന്റെ സഹായത്തോടെ ഒരു റിലേഷൻ, അതിനെ ലെഫ്റ്റ് റിലേഷൻ എന്ന് ഞാൻ നൊട്ടേഷൻ കൊടുക്കുകയാണ്. ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. A is related to B if and only if A inverse B belongs to H. ഇനി നമുക്കൊരു റൈറ്റ് റിലേഷനും നമുക്ക് ഡിഫൈൻ ചെയ്യാം. A is right related to B if and only if A B inverse belongs to H. ഈ തിയറത്തിൽ നമ്മൾ ഇനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ 2 റിലേഷൻസും ഇക്വിവലൻസ് റിലേഷൻസ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രൂഫിലേക്ക് പോകാം. ഇത് പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പല രീതിയിലാണ് ചോദിക്കുക. ഒന്ന് നമുക്ക് ബി പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു റിലേഷൻ തന്നിട്ട് റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് തന്നിട്ട് അത് ഇക്വലൻസ് റിലേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം.
ഇനി ഇനി ഞാൻ ഈ ഒരു തിയറത്തിന്റെ പ്രൂഫ് കഴിയുമ്പോൾ ഈ ഒരു ഇക്വിവലൻസ് റിലേഷനിൽ നിന്ന് ഉണ്ടാകുന്ന ഇക്വിവലൻസ് ക്ലാസ് അല്ലെങ്കിൽ സെൽ എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞാൽ ആ ഇക്വലൻസ് ക്ലാസ്സിനെ അല്ലെങ്കിൽ സെല്ലിനെയാണ് നമ്മൾ കോസെറ്റ് എന്ന് വിളിക്കുന്നത് എന്നൊരു ഡെഫിനിഷനും ഉണ്ട്. ഇത് മൂന്നും ചേർത്ത് വെച്ചിട്ട് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, പ്രൂഫിലേക്ക് പോകാം. ഞാൻ ആദ്യം ലെഫ്റ്റ് റിലേഷൻ ആണ് എടുക്കുന്നത്. അത് ഇക്വിവലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു റിലേഷൻ ഇക്വിവലൻസ് റിലേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ 3 പ്രോപ്പർട്ടീസ് ആണ് വേണ്ടത്: റിഫ്ലെക്സീവ്, സിമട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ ഏതൊരു എലമെന്റ് എടുത്താലും ആ എലമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ ഞാൻ ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ് എടുക്കുന്നു. അപ്പൊ എ ഈസ് റിലേറ്റഡ് ടു എ എന്ന് കിട്ടണം. എ ഈസ് റിലേറ്റഡ് ടു എ ആകാനുള്ള കണ്ടീഷൻ എന്താണ്? A inverse A belongs to H. A inverse A നമുക്ക് നോക്കാം. ഒരു എലമെന്റ് അതിന്റെ ഇൻവേഴ്സ് ബൈനറി ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി ആണ് കിട്ടുക. അതാണ് ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടി. ഇനി ആ ഐഡന്റിറ്റി എച്ചിൽ ഉണ്ടായിരിക്കും, കാരണം എച്ച് ഒരു സബ് ഗ്രൂപ്പ് ആണ്. സോ ഗ്രൂപ്പിന്റെ എല്ലാ പ്രോപ്പർട്ടീസും എച്ച് ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഐഡന്റിറ്റി എച്ചിലുണ്ട് എന്ന് പറഞ്ഞാൽ A inverse into A belongs to H. Therefore A is related to A. അപ്പൊ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ പ്രോപ്പർട്ടി സിമട്രിക്. ദാറ്റ് മീൻസ് ഇഫ് എ ഈസ് റിലേറ്റഡ് ടു ബി ദെൻ ബി ഷുഡ് ബി റിലേറ്റഡ് ടു എ. അപ്പൊ നമ്മൾ എ ഈസ് റിലേറ്റഡ് ടു ബി എന്ന് അസ്യൂം ചെയ്യുന്നു. അതിന്റെ മീനിങ് അല്ലെങ്കിൽ എ ഈസ് റിലേറ്റഡ് ടു ബി ആകാനുള്ള കണ്ടീഷൻ എ ഇൻവേഴ്സ് ബി ബിലോങ്സ് ടു എച്ച് ആണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഐഡിയ ആണ്. എച്ച് ഒരു സബ് ഗ്രൂപ്പ് ആണ്. സോ എച്ചിലുള്ള ഏതൊരു എലമെന്റിന്റെയും ഇൻവേഴ്സ് എച്ചിൽ തന്നെ ഉണ്ടായിരിക്കണം. സോ ഈ ഒരു എലമെന്റിന്റെ ഇൻവേഴ്സ് എച്ചിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ എ ഇൻവേഴ്സ് ബി ദ ഹോൾ ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് സിൻസ് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ്. ഇനി നമ്മൾ ഗ്രൂപ്പ് പഠിച്ച ഒരു കണ്ടീഷൻ ആണ് എ ബി ദ ഹോൾ ഇൻവേഴ്സ്. A, B, the whole inverse is equal to B inverse into A inverse. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക B inverse into A inverse the whole inverse എന്നാണ്. This is equal to ആദ്യത്തെ ടേം ആയ B inverse അതുപോലെ തന്നെ എഴുതി A inverse the whole inverse എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പൊ നമുക്ക് B inverse into A belongs to H എന്ന് കിട്ടും. ഓക്കെ, അപ്പോ B inverse into A belongs to H എന്ന് പറഞ്ഞാൽ B is related to A. അപ്പൊ സിമട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് കിട്ടി. ഇനി നമ്മൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നു, ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. അതായത് A is related to B and B is related to C. Then A should be related to C. ഇതാണ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. A is related to B എന്ന് പറഞ്ഞാൽ നമ്മുടെ മീനിങ് A inverse B belongs to H. B is related to C means B inverse C belongs to H. H ഒരു സബ് ഗ്രൂപ്പ് ആണ്. സോ ഗ്രൂപ്പിന്റെ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നു. Therefore closure property is also satisfied in H. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എലമെന്റിന്റെയും പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവർ തമ്മിൽ ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന ഉത്തരം എച്ചിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുവാണ്. അതായത് ഈ രണ്ട് എലമെന്റിനെ ക്ലബ് ചെയ്യുക. അപ്പൊ നമുക്ക് B into B inverse അതെന്താണ് കിട്ടുക? ഐഡന്റിറ്റി ആണ് കിട്ടുക. അപ്പൊ നമുക്ക് A inverse into E into C എന്ന് കിട്ടും. E into C എന്താണ്? C തന്നെയാണ്. അതാണ് ഐഡന്റിറ്റിയുടെ പ്രത്യേകത. അപ്പൊ നമുക്ക് A inverse into C എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഐഡന്റിറ്റിയുടെ പ്രോപ്പർട്ടിയും അസോസിയേറ്റിവിറ്റിയും അപ്ലൈ ചെയ്ത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് A inverse into C ആണ്. ദാറ്റ് മീൻസ് A ഈസ് റിലേറ്റഡ് ടു C. അപ്പോ റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി, സിമട്രിക് പ്രോപ്പർട്ടി ആൻഡ് ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് ലെഫ്റ്റ് റിലേഷൻ ഒരു ഇക്വിവലൻസ് റിലേഷൻ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇതുപോലെ തന്നെ അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ആ സബ് ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടി ആണ്. സബ് ഗ്രൂപ്പിന്റെ ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സബ് ഗ്രൂപ്പിന്റെ അസോസിയേറ്റിവിറ്റി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ റൈറ്റ് റിലേഷനും ഒരു ഇക്വിവലൻസ് റിലേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യാം. റിഫ്ലെക്സീവ് പ്രോപ്പർട്ടി നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ് എടുക്കുന്നു.
നേരത്തെ കേസിൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നു. Again that is equal to identity. Identity belongs to H since H is a subgroup. That is A into A inverse belongs to H. എന്ന് പറഞ്ഞാൽ A is related to A. Then symmetric property. Suppose A is related to B. That means A B inverse belongs to H. So inverse of this term must be in H. ഇനി ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ B ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ്, അതായത് B into A inverse belongs to H എന്ന് കിട്ടും. That means B is related to A. ഇനി transitive property. Suppose A is related to B and B is related to C. We have to prove that A is related to C. A is related to B means A B inverse belongs to H. B is related to C means B C inverse belongs to H. Now we are using the closure property in H. So A B inverse into B C inverse must be in H since H is a subgroup. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസോസിയേറ്റിവിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ബി ഇൻവേഴ്സ് ഇൻറ്റു ബി അത് ഐഡന്റിറ്റി ആയി മാറുന്നു. ഐഡന്റിറ്റി കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അത് എ തന്നെയായിട്ട് നിൽക്കുന്നു. അങ്ങനെ നമുക്ക് എ സി ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് എ ഈസ് റിലേറ്റഡ് ടു സി. സോ all the three properties, reflexive property, symmetric property and transitive property are satisfied. Hence the right relation is also an equivalence relation on G. അപ്പോൾ നമ്മുടെ ഈ തിയറത്തിന്റെ പ്രൂഫ് കംപ്ലീറ്റഡ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സെറ്റിൽ ഒരു ഇക്വിവലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ റിലേഷൻ ഉണ്ടാക്കുന്ന ഇക്വിവലൻസ് ക്ലാസ് അല്ലെങ്കിൽ സെൽ ഏതാണ്? അങ്ങനെ ഒരു ചോദ്യം പ്രസക്തമാണ്. ഇതും പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ സെൽ ഇൻ ദ കറസ്പോണ്ടിങ് പാർട്ടീഷൻ ഓഫ് ജി കണ്ടെയ്നിങ് എ ബിലോങ്സ് ടു ജി? അതായത് എ കണ്ടെയ്ൻ ചെയ്യുന്ന, എനെ കണ്ടെയ്ൻ ചെയ്യുന്ന സെൽ ഏതാണ് അല്ലെങ്കിൽ ഇക്വിവലൻസ് ക്ലാസ് ഏതാണ്? എനെ കണ്ടെയ്ൻ ചെയ്യുന്ന സെൽ എന്ന് പറഞ്ഞാൽ എയോട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സുകളുടെ കളക്ഷൻ ആണ്. തീർച്ചയായിട്ടും അതിൽ എ ഉണ്ടായിരിക്കും, കാരണം റിഫ്ലക്സീവ് പ്രോപ്പർട്ടി ഉണ്ട്. സോ എയോട് എ തന്നെ റിലേറ്റഡ് ആണ്. സോ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വിവലൻസ് ക്ലാസ്സിൽ എ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ആ ക്ലാസ്സിൽ ആരൊക്കെയാണ് വരുന്നത്, എങ്ങനെയുള്ള എലമെന്റ്സ് ആണ് വരുന്നത്, ഇതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോ നേരത്തെ പറഞ്ഞ കാര്യം, ഒരു ഇക്വിവലൻസ് റിലേഷൻ അത് ജിയില് ഒരു പാർട്ടീഷൻ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ ഒരു എലമെന്റ് ആർബിട്രറി ആയിട്ട് എടുക്കുന്നു. ഈ എലമെന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലിൽ ഏതൊക്കെ എലമെന്റ്സ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ എയോട് റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റ്സ്. ഓക്കെ, ദ സെൽ containing A consists of all x belongs to G such that A is related to X. എയോട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സുകളുടെ കളക്ഷൻ. എയോട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് എ ഇൻവേഴ്സ് എക്സ് ബിലോങ്സ് ടു എച്ച്. അപ്പൊ നമുക്ക് വേണ്ടത് എ ഇൻവേഴ്സ് എക്സ് ബിലോങ്സ് ടു എച്ച് ആകുന്ന എക്സുകളുടെ കളക്ഷൻ ആണ്. എ ഇൻവേഴ്സ് എക്സ് ബിലോങ്സ് ടു എച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എ ഇൻവേഴ്സ് എക്സിനെ എച്ചിലുള്ള ഒരു എലമെന്റ് ആയിട്ട് നമുക്ക് എഴുതാം. അതായത് എ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ഫോർ സം എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്. ഒരു എലമെന്റ് ആകുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്റർ എച്ചും സെറ്റ് ആകുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ എച്ചുമാണ് കൊടുക്കുന്നത്. ഇനി എനിക്ക് വേണ്ടത് ആ എക്സുകൾ എങ്ങനെയുള്ളതാണ്, അതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിൽ എ കൊണ്ട് ഞാൻ ബൈനറി ഓപ്പറേഷൻ നടത്തുന്നു. അപ്പൊ നമുക്ക് എ ഇൻറ്റു എ ഇൻവേഴ്സ് വരുമ്പോൾ ഇവിടുത്തെ എ അങ്ങ് പോകും, എക്സ് മാത്രമാകും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എ വരികയും ചെയ്യും. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ഒന്ന് എഴുതാം. അതായത് ഈ ഇക്വേഷനിൽ ഞാൻ എ കൊണ്ട് ലെഫ്റ്റ് ബൈനറി ഓപ്പറേഷൻ ചെയ്യുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയും. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ബൈനറി ഓപ്പറേഷൻ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ രണ്ടിടത്തും നമ്മൾ എ കൊണ്ട് ബൈനറി ഓപ്പറേഷൻ നടത്തി. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ നമ്മൾ അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഇത് ഐഡന്റിറ്റി ആകുന്നു. ഇ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് അതുപോലെ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എ എച്ച്. അപ്പൊ നമ്മുടെ എലമെന്റ്സ് എക്സ് എങ്ങനെയുള്ളതാണ്? ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എ എച്ച് വേർ എച്ച് ബിലോങ്സ് ടു ക്യാപിറ്റൽ എച്ച്. ഇങ്ങനെയുള്ള എലമെന്റുകളുടെ കളക്ഷൻ, അതായത് എ എച്ച്
where h belongs to capital H. അതൊരു അങ്ങനത്തെ കുറെ എലമെന്റുകൾ ഉണ്ട്. എച്ചിലെ എലമെന്റുകൾ മാറിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് വേറെ വേറെ എക്സുകളാണ് കിട്ടുക. ആ ഒരു കളക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന, ഞാൻ ഒരു സെറ്റ് ആയിട്ട് എഴുതുകയാണ്, സെറ്റ് ഓഫ് ഓൾ AH where h belongs to capital H. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ദാ ഇങ്ങനെയാണ്, സ്മോൾ a ക്യാപിറ്റൽ H. അപ്പൊ ഇതിന്റെ ഒരു പ്രോപ്പർട്ടി ഇപ്പൊ ഞാനൊരു സ്പെസിഫിക് ആയിട്ട് എഴുതുകയാണെങ്കിൽ, ഇപ്പൊ h is equal to h1 h2 എക്സെട്ര HR, അങ്ങനെ 6 എലമെന്റ്സ് ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. അപ്പൊ AHലെ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? A into H1, A into H2 എക്സെട്ര A into HR. ഓക്കെ, ഇതാണ് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന സെൽ AH. ഇനി ഈ AHനെയാണ് ഞാൻ ലെഫ്റ്റ് കോസെറ്റ് എന്ന് വിളിക്കുക. ആ ഒരു ലെഫ്റ്റ് കോസെറ്റ് എന്ന് പറയാനുള്ള കാരണം ഈ A എന്ന എലമെന്റ് ലെഫ്റ്റിൽ വന്നതുകൊണ്ടാണ്. ആ ഒരു സെൽ ഉണ്ടായത് ലെഫ്റ്റ് റിലേഷൻ എടുത്തപ്പോ. ഇതുപോലെ നമ്മൾ റൈറ്റ് റിലേഷൻ എടുത്ത് അതിൽ നിന്ന് വരുന്ന സെൽ ഏതാന്ന് കണ്ടുപിടിക്കും. അത് നമുക്ക് HA എന്ന ഫോർമാറ്റിൽ കിട്ടും. അതിനെ നമ്മൾ റൈറ്റ് കോസെറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്. ഈ H ഒരു സബ് ഗ്രൂപ്പ് ആണ്, പക്ഷെ AH എന്ന് പറയുന്നത് ഒരു സബ് ഗ്രൂപ്പ് ആണ് എന്ന് ഒരിടത്തും നമ്മൾ പറഞ്ഞിട്ടില്ല. AH എന്ന് പറയുന്നത് ജനറലി നമുക്ക് ജിയുടെ ഒരു സബ്സെറ്റ് ആണ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു റൈറ്റ് റിലേഷൻ വഴി കിട്ടുന്ന സെല്ല് ഇക്വിവലൻസ് ക്ലാസ് ഏതാണ് എന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോ റൈറ്റ് റിലേഷനും ജിയിൽ ഒരു പാർട്ടീഷൻ ഉണ്ടാക്കും. അപ്പൊ ഞാൻ ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റ് എടുക്കുന്നു. ആ എലമെന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ എലമെന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സുകളുടെ കളക്ഷൻ. അപ്പൊ റൈറ്റ് റിലേഷൻ ആയതുകൊണ്ട് റിലേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ AX ഇൻവേഴ്സ് ബിലോങ്സ് ടു H. അപ്പൊ നേരത്തെ എഴുതിയതുപോലെ നമുക്ക് എന്ത് എഴുതാം? AX ഇൻവേഴ്സ് is equal to H for some H belongs to capital H. നേരത്തെ ചെയ്തതുപോലെ ലെഫ്റ്റ് സൈഡിൽ A കൊണ്ട് ബൈനറി ഓപ്പറേഷൻ, A ഇൻവേഴ്സ് കൊണ്ട് ബൈനറി ഓപ്പറേഷൻ നടത്തുമ്പോൾ നമുക്ക് X ഇൻവേഴ്സ് is equal to A ഇൻവേഴ്സ് H എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് എക്സുകൾ എങ്ങനെയുള്ളതാണെന്നാണ്. അപ്പൊ എക്സ് കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് ഇൻവേഴ്സ് കിട്ടണം, എന്നാലാണ് ഇതൊരു എക്സ് ആയിട്ട് മാറുള്ളൂ. അപ്പൊ ഞാൻ ഇൻവേഴ്സ് എടുക്കുന്നു. ഇൻവേഴ്സ് എടുക്കുമ്പോൾ x is equal to റൈറ്റ് സൈഡിൽ ഇൻവേഴ്സ് എടുക്കുമ്പോൾ അതിന്റെ ഓർഡർ മാറും. അപ്പൊ H ഇൻവേഴ്സ് ഇൻറ്റു A എന്ന് വരും. അപ്പൊ നേരത്തെ നമുക്ക് AH എന്നാണ് കിട്ടിയത്, ഇവിടെ നമുക്ക് H ഇൻവേഴ്സ് A ആണ്. പക്ഷെ അതിനെ നമുക്ക് HA എന്ന് എഴുതാം. ഇവിടെ AH എന്ന് എഴുതിയതുപോലെ നമുക്ക് HA എന്ന് എഴുതാം. അതിന്റെ കാരണം നമ്മൾ AH എന്ന് എഴുതുമ്പോൾ നമ്മളവിടെ മീൻ ചെയ്യുന്നത് ഈ Hലെ എലമെന്റ് ആണ് എന്ന് മാത്രമേ മീൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിനെ നമുക്ക് H ഇൻവേഴ്സ് ആണ് എങ്കിലും നമുക്ക് HA എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അതിന്റെ കാരണം നമുക്ക് എന്ത് മതി? ഈ H ക്യാപിറ്റൽ Hലെ ഒരു എലമെന്റ് ആയാൽ മതി. H ഇൻവേഴ്സ് ക്യാപിറ്റൽ Hലെ എലമെന്റ് ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ആയ H ഉം ക്യാപിറ്റൽ Hലെ എലമെന്റ് ആണ്. സോ ഈ ഒരു സെറ്റിനെ നമുക്ക് സെറ്റ് ഓഫ് ഓൾ HA where H belongs to capital H എന്ന് എഴുതാം. ഈ സെറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് HA എന്നാണ്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ A എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, Hലെ എലമെന്റുകളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ HAനെ നമ്മൾ റൈറ്റ് കോസെറ്റ് എന്നാണ് വിളിക്കുക. ഇനി വേറൊരു പോയിന്റ് ഇവിടെ ഉള്ളത്, നമ്മള് AH കണ്ടുപിടിച്ചു, അത് ഒരു സെറ്റ് കിട്ടി. HA എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു, അതും ഒരു സെറ്റ് കിട്ടി. അത് രണ്ടും സെയിം ആകണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, പക്ഷെ അത് സെയിം ആകുന്ന ഒരു കേസ് ഉണ്ട്. അത് സെയിം ആകുന്നത് AH is equal to HA ആകുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് AH is equal to സെയിം ആകുന്ന ഒരു കേസ് എന്ന് പറയുന്നത് G അബീലിയൻ ആകുമ്പോൾ. എന്തുകൊണ്ടാണ് G അബീലിയൻ ആകുമ്പോൾ അത് സെയിം ആയിരിക്കും എന്ന് പറയാൻ കാരണം, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ AH എന്ന് പറഞ്ഞാൽ AH1 AH2 എക്സെട്ര AHR ആണ്. ഈ എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്. HA എന്ന് പറഞ്ഞാൽ H1A H2A എക്സെട്ര HRA ആണ്. ഒരു ഗ്രൂപ്പ് അബീലിയൻ ആണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം?
A into B is equal to B into A. അപ്പൊ നമുക്ക് A into H1 is equal to H1 into A എന്ന് കിട്ടും. അബീലിയൻ ആണ് എങ്കിൽ. അങ്ങനെ ഓരോ എലമെന്റും നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടും. അങ്ങനെ ഈ ഒരു സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും ഈ സെറ്റിലുള്ള എലമെന്റ്സിനോട് ഈക്വൽ ആണ്. സോ ഈ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണ്. ഇനി ഒരു പോയിന്റ് കൂടെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ ഈ രണ്ട് സെറ്റ് ഈക്വൽ ആകണമെങ്കിൽ ഈ കറസ്പോണ്ടിങ് എലമെന്റുകൾ തന്നെ ഈക്വൽ ആകണം എന്ന് നമുക്ക് നിർബന്ധമില്ല. നമുക്ക് എങ്ങനെ കിട്ടിയാൽ മതി? ഇപ്പൊ AH1 എന്ന് പറയുന്ന എലമെന്റ് ഈ HR Aയോട് ഈക്വൽ, AH2 എന്ന് പറയുന്ന എലമെന്റ് ദാ ഇവിടെയുള്ള എലമെന്റിനോട് ഈക്വൽ, AHR H2Aയോട് ഈക്വൽ. അങ്ങനെ ഇവിടെയുള്ള ഓരോ എലമെന്റും ഇവിടെയുള്ള ഏതെങ്കിലുമൊക്കെ എലമെന്റിനോട് ഈക്വൽ ആയാൽ ഈ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണ്. അങ്ങനെയും വരാം. പക്ഷേ ഗ്രൂപ്പ് അബീലിയൻ ആണെങ്കിൽ വളരെ ക്ലിയർ ആണ്, ഓരോ എലമെന്റും അതിന്റെ കറസ്പോണ്ടിങ് ആ ഒരു H1Aയോട് ഈക്വൽ ആണെന്ന് കിട്ടും. സോ AH is equal to HA എന്ന് കിട്ടും. ഓക്കെ, ഇനി ജസ്റ്റ് അടുത്തത് ഇതിന്റെ ഡെഫിനിഷൻ ആണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോസെറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ AH അതിനെയാണ് നമ്മൾ ലെഫ്റ്റ് കോസെറ്റ് എന്ന് വിളിക്കുക, HA അതിനെയാണ് നമ്മൾ റൈറ്റ് കോസെറ്റ് എന്ന് വിളിക്കുക. അത് ഫോർമൽ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു എന്ന് മാത്രം. ലെറ്റ് H be a subgroup of G. The subset AH, AH എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? Set of all AH where H belongs to G. A fixed ആണ്, ഈ H ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ജിയുടെ ഒരു സബ്സെറ്റ് ആണ്. അതൊരിക്കലും ഒരു സബ് ഗ്രൂപ്പ് ആകണം എന്ന് നിർബന്ധമില്ല. അതിനെയാണ് നമ്മൾ ലെഫ്റ്റ് കോസെറ്റ് ഓഫ് H കണ്ടെയ്നിങ് A, എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ലെഫ്റ്റ് കോസെറ്റ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ തന്നെ റൈറ്റ് കോസെറ്റ് HA, set of all HA such that H belongs to capital H is the right coset of H containing A. Okay, അപ്പൊ ഇവിടെ നമ്മൾ ഈ ലെഫ്റ്റ് കോസെറ്റും റൈറ്റ് കോസെറ്റും എന്നൊക്കെ പറയുന്നത് ഒരു ഇക്വിവലൻസ് ക്ലാസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഫൗണ്ടേഷൻ ഓഫ് മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇക്വിവലൻസ് ക്ലാസ്സസ് ഒന്നുകിൽ ഐഡന്റിക്കൽ ആകണം അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിവലൻസ് ക്ലാസ്സിൽ ഉള്ള ഒരു എലമെന്റ് വേറൊരു ഇക്വിവലൻസ് ക്ലാസ്സിൽ ബിലോങ് ചെയ്യില്ല. ഒരു എലമെന്റിന് എക്സാക്ട്ലി ഒരു ഇക്വിവലൻസ് ക്ലാസ്സിലാണ് ബിലോങ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു ആശയം നമുക്ക് ഇനി ഇവിടെ അങ്ങോട്ട് പല തിയറത്തിലും ആവശ്യമുള്ളതാണ്. ഓക്കെ, താങ്ക് യു.